കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടൊക്കെ വായിച്ചു നോക്കി അത് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഏപ്രിൽ മാസത്തിലാണ്, 13ഉം 27ആണെന്നാണ് എനിക്ക് തോന്നുന്ന ഡേറ്റ്. രണ്ട് സ്റ്റേജ് ആയിട്ടാണ്. അപ്പോൾ ഇനി കഷ്ടിച്ച് 3 മാസമേ ഉള്ളൂ കേട്ടോ. 3 മാസം ഇല്ല, 2 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ മാസം ഇവിടെ കഴിയാനായി. അപ്പോൾ നമ്മളെ പഠനം കുറച്ച് സ്പീഡാക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറയുന്ന ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. വേറെ ബുക്കൊന്നും നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നോട്ട് മാത്രം വായിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആമുഖം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ആമുഖം. നിങ്ങൾ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ആമുഖം. ഞാൻ ഓൾറെഡി ഭരണഘടനാ അസംബ്ലിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരണഘടനയ്ക്ക് എഴുതിയതിന് ശേഷം പിന്നീടാണ് ആമുഖം എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ടത്. അല്ലാണ്ട് ആദ്യം ആമുഖമായിട്ട് പിന്നീടല്ല ഭരണഘടന എഴുതുന്നത്. ഭരണഘടന എഴുതിയ ശേഷമാണ് ആമുഖം ഭരണഘടനയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം, അതായത് നമ്മളാണ് ഭരണഘടന ഉണ്ടാക്കുന്നതെന്നാണ് ഇത് സ്റ്റാർട്ടിങ് വരി തന്നെ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ ഇതിന് എന്തൊക്കെ പറയുന്നുണ്ട്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇത് ഇതേപോലെ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയണം. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എങ്ങനെയാണെന്നാണ് ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പല അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെ മൂല്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ മൂല്യങ്ങൾ പറയുന്നുണ്ട്? നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഇതിൽ ഒരേ ഒരു ഡേറ്റിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുള്ളത് 1949 നവംബർ 26 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിന്നെ അവസാനം പറയുന്നുണ്ടോ, ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്നാണ്. നമുക്ക് തന്നെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളായ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ ഇത് തരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ അടിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യം ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഭേദഗതി ചെയ്തതിൻ്റെ ഒരു വിവരങ്ങളാണ് ഈ പറയുന്ന സാധനത്തിൽ തന്നിട്ടുള്ളത്, ഈ പറയുന്ന ഭാഗത്ത് തന്നിട്ടുള്ളത്. അത് ഞാൻ വേറെ പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഭരണഘടനയുടെ ഒരു ബെയർ ആക്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഈ രീതിയിലായിരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ്, ആമുഖം നമ്മൾ പറയുന്ന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കാരണം ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന, ആമുഖത്തോടെയുള്ള ആദ്യത്തെ ഭരണഘടന ആരതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അതുകൊണ്ട് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും പിന്തുടരുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ബേസിസിലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതിൽ ഭരണഘടനയെ സംഗ്രഹം അല്ലെങ്കിൽ സത്ത അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എന്താണ് ഉൾക്കൊള്ളുന്നത്, അതായത് ഭരണഘടന ഒക്കെ കഴിഞ്ഞിട്ടാണ് ആമുഖം വന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു സംഗ്രഹ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഹൃദയവും നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് പറയാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ത്? ആമുഖം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 19
1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അത് കഴിഞ്ഞ് ജനുവരി 22 1947 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ സഭ ഏകകണ്ഠമായി പാസ്സാക്കിയതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ലക്ഷ്യപ്രമേയമാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇതുവരെയായി ആമുഖം ഒറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഒരു തവണ മാത്രമേ, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ, ഒരു തവണ മാത്രമേ ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആമുഖം. അതായത് ഭരണഘടനയായിരുന്നു 1976 42ാമത് ഭരണഘടനാ ഭേദഗതി വഴിയായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ഭേദഗതി ചെയ്തത്? ആകെ ഒരു 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു ആമുഖത്തിൽ. അത് ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം അഥവാ സെക്യുലർ മതേതരത്വം, അതേപോലെ ഇൻ്റഗ്രിറ്റി അഖണ്ഡത എന്നീ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. മനസ്സിലായല്ലോ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 പുതിയ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആമുഖത്തിലെ ഇൻഗ്രീഡിയൻസ് അഥവാ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. ആദ്യം പറയുന്നത് ഇതിൻ്റെ ഉറവിടം, ഈ അധികാരത്തിൻ്റെ, ഈ ഭരണഘടനയുടെ അധികാരത്തിൻ്റെ ഉറവിടം അഥവാ സോഴ്സ് ഓഫ് പവർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എവിടെയാണ്? ഇന്ത്യയിലെ ജനങ്ങളിലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ് ഭരണഘടന. അതിൻ്റെ അധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ് നേടുന്നതെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ പറയുന്നത്. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം, നമ്മുടെ രാജ്യം എങ്ങനെയുള്ളതെന്നാണെന്ന് പറയുന്നത്. എങ്ങനെയുള്ളതാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ രാഷ്ട്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഓർഡർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ആ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം, ഓർഡർ മാറിപ്പോകരുത്. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നതും സെക്യുലർ അഥവാ മതേതരം എന്ന് പറയുന്ന ഈ 2 വാക്കുകളും 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു? ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ ആമുഖത്തിലുണ്ടായിരുന്നത്. പിന്നീട് 42ാം ഭേദഗതി പ്രകാരമാണ് ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത്. 3ാമത്തെ വാക്ക് ഏതായിരുന്നു? ഇൻ്റഗ്രിറ്റി അഥവാ അഖണ്ഡത. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നാണ് 3ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത്. എന്താണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടന ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഭരണഘടന അംഗീകരിച്ച തീയതിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ തീയതി. എന്ത്? 1949 നവംബർ 26 എന്ത്? ഭരണഘടന അംഗീകരിച്ചതായി പറയുന്നത്. 1949 നവംബർ 26. ഈ ഒരൊറ്റ ഡേറ്റ് മാത്രമേ നമ്മുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരൊറ്റ തീയതി ഇതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ അറിയേണ്ട അടുത്ത കാര്യങ്ങൾ. ഇതുവരെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഓരോ വാക്കുകളിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞെന്താണ്? ഇന്ത്യ ഒരു പരമാധികാരം രാജ്യമാണ്. അപ്പോൾ പരമാധികാരം എന്താണെന്ന് നമുക്ക് നോക്കാം. പരമാധികാരം, സോവറൈൻ, എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യ മറ്റേതെങ്കിലും രാഷ്ട്രത്തിൻ്റെ ആശ്രിതത്വത്തിലോ ആധിപത്യത്തിലുള്ള രാജ്യമല്ല, മറിച്ച് ഒരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്, ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരുന്നത് വരെ ഇന്ത്യ എന്തായിരുന്നു? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു എന്തായിരുന്നു? കോളനി ആയിരുന്നു, ഒരു ആശ്രിത രാജ്യം അല്ലെങ്കിൽ കോളനി ആയിരുന്നു, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന ജനുവരി 26 1950 വരെ ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന നിലയിലായിരുന്നു, ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമീനിയൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആധിപത്യം എന്നാണ്. ഡൊമീനിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആധിപത്യം എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ്, പക്ഷേ ഇപ്പോൾ എന്താണ്? സ്വതന്ത്രമായ ഒരു ഗവൺമെൻറ് ഉള്ള രാജ്യമാണ്. അങ്ങനത്തെ രാജ്യങ്ങളെയാണ് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ്, ഡൊമീനിയൻ പദവിയുള്ള രാജ്യം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സ്വന്തമായിട്ട് ഭരണം നടത്തുന്ന പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു രാജ്യങ്ങളെയാണ് നമ്മൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയായിരുന്നു. അങ്ങനെ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുന്ന ആ തീയതി മുതലാണ് ഇന്ത്യ എന്തായിട്ട് മാറുന്നത്, ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായിട്ട് മാറുന്നത്. അതുവരെ നമുക്കൊരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഡൊമീനിയൻ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോവാം. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത്, ആ സ്വാതന്ത്ര്യം നമ്മൾ സമരങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൻ്റെ ആ ഒരു സമയത്ത്, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് നമുക്കൊരു ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അത് ഏത് സന്ദർഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ? നമ്മുടെ നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നെഹ്റു റിപ്പോർട്ട്, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിരുന്ന മോത്തിലാൽ നെഹ്റുവിൻ്റെ വക ഒരു നെഹ്റു റിപ്പോർട്ടുണ്ട് 1928. ഈ റിപ്പോർട്ടിൽ നമുക്കൊരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിലാണ് അങ്ങനെ ഒരു ആവശ്യം നമ്മൾ ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടൊക്കെ നമ്മൾ ഇറക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്ത്യ മറ്റേതെങ്കിലും രാഷ്ട്രത്തിൻ്റെ ആശ്രിതത്വത്തിലോ ആധിപത്യത്തിലോ ഉള്ള രാജ്യമല്ല, മറിച്ചൊരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമാണ്. അതാണ് പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു പരമാധികാര രാഷ്ട്രമായതിനാൽ തന്നെ ഇന്ത്യക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു വിദേശ ഭരണ പ്രദേശം സ്വന്തമാക്കാം, അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു പ്രദേശം ഇങ്ങോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ഭരണ പ്രദേശത്തിലുള്ള ഒരു ഭാഗം ഒരു വിദേശ രാജ്യത്തിന് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. ഓക്കെ, അതിനൊക്കെ ഇന്ത്യക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ഇപ്പോൾ ഒരു പരമാധികാര രാജ്യമായതുകൊണ്ടാണ്. ഈ ഒരു പോർഷൻ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബറൂബാറി യൂണിയൻ. ഈ കേസിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബറൂബാറി യൂണിയൻ കേസ് 1960 മുന്നേ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞാണ്, ഈ ഒരു പോർഷനായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു കേസിൻ്റെ കാര്യം പറയുന്നത്. അതായത് സംഭവത്തിലുള്ള ബറൂബാറി യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കിടക്കുന്ന ഒരു ഭാഗമായിരുന്നു, ഒരു പ്രദേശമായിരുന്നു. അത് ഇന്ത്യക്കാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ലഭിക്കുന്നത്, വിഭജനത്തിന് ശേഷം. പക്ഷേ അത് പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെഹ്റു അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര പ്രശ്നമായിട്ട് സുപ്രീം കോടതിയിലൊക്കെ എത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് ആർട്ടിക്കിൾ 143 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനാണ്. അതായത് ഒരു സുപ്രീം കോടതിക്ക് ഒരു കാര്യം സുപ്രീം കോടതിയോട് ചോദിക്കാൻ, ഒരു അഡ്വൈസ് ചോദിക്കുന്നതിന് അധികാരപരിധി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 143 ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനാണ്, നമ്മൾ പിന്നീട് പഠിക്കും. ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം രാജേന്ദ്ര പ്രസാദ് സുപ്രീം കോടതിയോട് റെഫർ ചെയ്യാണ് ഇങ്ങനെ വിട്ടുകൊടുത്ത സംഭവം. അതായത് പാർലമെൻറ്റ് ഇങ്ങനെ ഒരു അധികാരം വെച്ചു, ഇങ്ങനെ നെഹ്റു ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ഈ ബറൂബാറി പ്രദേശം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് വാലിഡാണോ അല്ലയോ എന്നിട്ടുള്ളൊരു അഡ്വൈസ് വെക്കുന്നുണ്ട്. ആ അഡ്വൈസിനെ കുറിച്ച് പറയുന്നതാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി എന്ത് പറയും, ഇങ്ങനെ പാർലമെൻറ്റിന് ഇങ്ങനെ ഒരു അധികാരം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രദേശം വിട്ടുകൊടുക്കാൻ അധികാരം ആർക്കില്ല, പാർലമെൻറ്റിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് കൊണ്ടുവന്നതാണ് 9ാമത്തെ ഭരണഘടനാ ഭേദഗതി. എല്ലാവരും പഠിച്ചു വെച്ചോട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയാൻ വേണ്ടത് എന്താ വെച്ചാൽ, ഇതൊരു ഓർഡറിൽ വേണമെങ്കിൽ ചോദിക്കാം, ആദ്യം സംഭവിച്ചത് ഏതാണ്, അവസാനം സംഭവിച്ചത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബറൂബാറി യൂണിയൻ കേസാണോ, ബറൂബാറി യൂണിയൻ കേസ് 1960 ശേഷം അതിൻ്റെ പിന്നോടിയായിട്ട് വന്ന സംഭവമാണ് ഈ 9ാമത്തെ ഭരണഘടനാ ഭേദഗതി. മനസ്സിലായില്ലേ? അപ്പോൾ സുപ്രീം കോടതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വന്ന സംഭവമാണ് ഈ ഒരു ഭേദഗതി. ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, ഒരു പരമാധികാര രാഷ്ട്രമായതിനാൽ തന്നെ ഇന്ത്യക്ക് ഒന്നുകിൽ ഒരു വിദേശ ഭരണപ്രദേശം സ്വന്തമാക്കാം, അല്ലെങ്കിൽ സ്വന്തം ഭരണപ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ള സംഭവമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പറയാം. പിന്നെ ഇവിടെ അറിഞ്ഞേക്കുന്ന 2 പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ 1949 നമ്മൾ എന്തിൻ്റെ അംഗത്വം സ്വീകരിച്ചു, കോമൺവെൽത്തിൻ്റെ അംഗത്വം സ്വീകരിച്ചു. അങ്ങനെ ഒരു അംഗത്വം സ്വീകരിച്ചതുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ 1945 നമ്മൾ UNOയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അത് പ്രകാരവും ഇന്ത്യക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ പരമാധികാരത്തിന് വരുന്നില്ല. ഓക്കെ, ആ 2 പോയിന്റും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതിലൊക്കെ മെമ്പർഷിപ്പ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ അംഗത്വം എടുക്കുന്നത് പോലും നമുക്ക് യാതൊരുവിധ എന്ത് പ്രശ്നങ്ങളും വരുന്നില്ല, നമ്മുടെ പരമാധികാരത്തിൽ പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ള ഒരു ഐഡിയയും കൂടി ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്തത്
സോഷ്യലിസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സോവറൻ എന്താണെന്ന് പറഞ്ഞു, അടുത്ത സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ വാക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും, അതായത് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 മാത്രമാണ്. പക്ഷേ അതിന് മുന്നേ ആണെങ്കിലും നമ്മുടെ ഭരണഘടനയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആശയങ്ങൾ കാണാം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമുക്ക് നിരവധി ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സോഷ്യലിസം പറയുന്നൊരു വാക്ക് വരുന്നത് എപ്പോഴാണ്? ഈ ഭേദഗതിയിലൂടെ മാത്രമാണ്. പക്ഷേ ആശയങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ DPSPയിലൊക്കെ നോക്കിയാൽ നിരവധി നമ്മുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു എക്കണോമിക് പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു സോഷ്യലിസം എന്ന് പറയുന്ന പാറ്റേൺ തന്നെയാണെന്ന് പറഞ്ഞ സ്വീകരിച്ച ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷനൊക്കെ ഉണ്ടായിരുന്നു 1955 ആവധി സെഷൻ. UN ഡേബാർ INC പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സെഷനിൽ ഇങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ സമയങ്ങളൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ എക്കണോമിയിലൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഭരണഘടനയിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാക്ക് കയറി വരുന്നത് 1976 ഭരണഘടന 42ാം ഭരണഘടനാ ഭേദഗതിയിലാണെന്നും ആലോചിച്ച് വയ്ക്കുക. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സോഷ്യലിസം ഉണ്ട്, അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉണ്ട്, അതേപോലെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഗവൺമെൻറ് ആയിരിക്കും പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും കംപ്ലീറ്റ് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് മാത്രമായിരിക്കും. പക്ഷേ ജനാധിപത്യ സോഷ്യലിസം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഒരു മിക്സഡ് എക്കണോമി അഥവാ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരാശയമായിരിക്കും. അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസുകൾക്കും അതേപോലെ പബ്ലിക് എൻ്റർപ്രൈസുകൾക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ അവർ രണ്ടുപേരും കൂടി ഈക്വലായി നിന്നിട്ട് പരസ്പരം ആശ്രയിച്ചിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു എക്കണോമിയാണ് എന്ത് പറയുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ജനാധിപത്യ സോഷ്യലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതൊക്കെ പറഞ്ഞാൽ തന്നെ ഇന്ത്യൻ സോഷ്യലിസം നമുക്ക് ഇപ്പോൾ ജനാധിപത്യ സോഷ്യലിസം ആണെങ്കിൽ എന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊരു സബ് കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ പറയാം. കൂടുതലായിട്ടും പ്രതിഫലിക്കുന്നത്, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂടുതൽ ആയിട്ട് പ്രതിപാദിക്കുന്ന ഒരു തരം സോഷ്യലിസം എന്ന് പറയുന്നത് കൂടുതലും ഗാന്ധിയൻ ഐഡിയോളജി വരുന്ന സോഷ്യലിസമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് പറയാം, ഗാന്ധിയൻ സോഷ്യലിസം എന്ന് ഒരു പേരിട്ടും കൂടി നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ സോഷ്യലിസത്തെ വിളിക്കാം എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഒരു ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം കൂടി, അതേപോലെ നമ്മൾ നിർദ്ദേശക തത്വങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഇതിനെ വേർതിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ അത് പഠിക്കും. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയമാണ് നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പക്ഷേ ഈ പറഞ്ഞ സോഷ്യലിസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും 1991 എന്ത് വന്നു? LPG റിഫോംസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 1990 ഈ നമ്മുടെ സോഷ്യലിസത്തിനൊക്കെ ഒരുപാട് വെള്ളം ചേർത്ത പോലെ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു ഗ്രാജുവൽ പ്രോസസ്സ്, ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട വാക്ക് എന്തായിരുന്നു? സെക്യുലറിസം. ഇതും 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 ഈ വർഷം പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഭേദഗതിൻ്റെ കൂടെ ഈ വർഷം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ ആദ്യം സംഭവിച്ചത് ഏത്, അവസാനം സംഭവിച്ചതെന്നുള്ളതൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബറൂബാറി യൂണിയൻ കേസ് കഴിഞ്ഞിട്ടാണ് 9ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ആ ഒരു ഐഡിയ പോലെ നിങ്ങൾക്ക് ഈ വർഷവും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 42nd ഭരണഘടനാ ഭേദഗതി ഇതിലൂടെയാണ് ഇത് വന്നത്. ഇനി ഇന്ത്യൻ മതേതരത്വം എന്താണ്? ഇന്ത്യൻ ഭരണഘടന മതേതരത്വം എന്നതിൻ്റെ പോസിറ്റീവ് ആശയത്തെയാണ് ഉൾക്കൊള്ളുന്നതെന്നാണ്. പോസിറ്റീവ് ആശയം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ മതങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ബഹുമാനമാണ് നമ്മുടെ രാജ്യം കൊടുക്കുന്നത്. ഗിവിങ് ഈക്വൽ റെസ്പെക്റ്റ് ടു ഓൾ റിലീജിയൻസ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അത് എണ്ണം നോക്കുന്നില്ല, മൈനോറിറ്റി ആണോ മെജോറിറ്റി ആണോ എന്ന് നോക്കാതെ തന്നെ ഒരേ പദവിയും പിന്തുണയുമാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ വളരെ ചർച്ച ചെയ്യുന്നൊരു വാക്കാണ് മതേതരത്വം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മതേതര രാഷ്ട്രം എന്ന് പറയുന്നത്? അതായത് റിലീജിയൻ്റെ കാര്യത്തിൽ ന്യൂട്രലായി നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ?
റിലീജിയൻ്റെ കാര്യം, മതത്തിൻ്റെ കാര്യത്തിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ്, അതായത് ഒരു മതത്തിന് വേണ്ടി ഫേവർ ചെയ്യാതെ ന്യൂട്രലായി നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്നുകൊണ്ട് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഇന്ത്യ, USA എന്നുപോലത്തെ രാജ്യങ്ങളൊക്കെ ഒരു സെക്യുലർ സ്റ്റേറ്റിന് ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ് മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൗലിക അവകാശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്. 1974 തോന്നുന്നു, എനിക്ക് 1974 ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ നേരിട്ട് പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും, ഭരണഘടനയിൽ നേരിട്ട് പ്രതിപാദിച്ചിട്ടില്ല സെക്യുലർ സ്റ്റേറ്റ് എന്നൊരു വാക്ക്, അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് അത്തരം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മളെ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ അതിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. എത്തരത്തിലുള്ളൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മുടെ രാജ്യത്ത് വേണ്ടിയിരുന്നതെന്ന് കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടത് എന്താ പറയുന്നത്, അതായത് അതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ പറയുന്ന ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന അവകാശങ്ങൾ ഭരണഘടനയിൽ കൊടുക്കാൻ, നമ്മുടെ മൗലിക അവകാശങ്ങൾ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു എന്നാണ് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് ആലോചിച്ച് വയ്ക്കുക, സെക്യുലറിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫണ്ടമെൻ്റലൈസ് ഇത്തരത്തിലൊരു അവകാശങ്ങൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ കൊടുത്തിട്ടുണ്ട്. അതെന്താ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കും, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ സെക്യുലറിസമാണ്. അതാണ് കൂടി ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ സെക്യുലറിസമാണ്, അല്ലാണ്ട് വെസ്റ്റേൺ സെക്യുലറിസം അല്ല. വെസ്റ്റേൺ സെക്യുലറിസം അല്ല എന്ന് പറയുന്നത്, വെസ്റ്റേൺ സെക്യുലറിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതവും രാഷ്ട്രവും, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ, മതവും ഗവൺമെൻറ്റും തമ്മിൽ ഒരു നടുവിലൊരു മതിലുണ്ടാവും, അവർ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല, എപ്പോഴും ഒരു സെപ്പറേഷനിലാണ് കിടക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് യാതൊരു തരത്തിലും ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ആരും കൊടുക്കില്ല, മതങ്ങൾക്ക് കൊടുക്കുന്നില്ല, മത ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് എത്തുമ്പോൾ അവിടെ ഒരു ന്യൂട്രലാണ്, അതായത് ഈ ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ടാവില്ല. ഗവൺമെൻറ് കണ്ണിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും തുല്യരാണ്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. ആവശ്യത്തിന് അനുസരിച്ച് മാത്രം നിയമപ്രകാരം ഓരോ നിയമം വഴി മതത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾ, ഇപ്പോൾ അൺടച്ചബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു, സതി ഒരു പ്രശ്നമായിരുന്നു, അതൊക്കെ അബോളിഷ് ചെയ്യുന്നതൊക്കെ അത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ മാത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം. അല്ലാത്ത രീതിയിൽ യാതൊരുവിധ ഇതിലും ഏർപ്പെടാണ്ട് ന്യൂട്രലായിട്ട് നിൽക്കും. ആവശ്യത്തിനനുസരിച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ടുകളൊക്കെ ഓരോരോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സെക്യുലറിസമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ജനാധിപത്യം, ആമുഖത്തിൽ നൽകിയിരിക്കുന്ന ജനാധിപത്യം എന്ന ആശയം ജനങ്ങളുടെ പരമാധികാരം. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനങ്ങളുടെ പരമാധികാരം എന്ന സിദ്ധാന്തത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ജനാധിപത്യത്തിനെ സൂചിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അതായത് നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശം. അതേപോലെ ഓരോ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പീരിയോഡിക് ഇലക്ഷൻസ്, റൂൾ ഓഫ് ലോ, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ പറയുന്ന അതിൻ്റെ ആശയം ഇവിടുന്ന് വരുന്ന ഈ നിയമവാഴ്ചയിൽ നിന്നാണ്. അതെന്താ നമ്മൾ അവിടെ പഠിക്കും. പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്രമായ ജുഡീഷ്യറിയാണ്. അവിടെ മറ്റ് എക്സിക്യൂട്ടീവിൻ്റെയോ ലെജിസ്ലേച്ചറിൻ്റെയോ കടന്നുകയറ്റം വരുന്നില്ല. പിന്നെ ചില കാരണങ്ങളാൽ സംഭവിക്കുന്ന വിവേചനങ്ങളുടെ അഭാവം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ജനാധിപത്യം എന്ന വാക്ക് ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിശാലമായ അർത്ഥത്തിലാണെന്നാണ്. അതായത് ജനാധിപത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു ജനാധിപത്യം മാത്രമല്ല, എന്താണ്, രാഷ്ട്രീയ ജനാധിപത്യം ഉണ്ട് അതിൽ, അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ട്, സോഷ്യൽ ഡെമോക്രസി ഉണ്ട്, ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഇങ്ങനെ മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഡെമോക്രസി നമ്മൾ ആദ്യം അറിയേണ്ടത്, ഡെമോക്രസി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഡെമോക്രസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻഡയറക്റ്റ് ഡെമോക്രസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയറക്റ്റ് ഡെമോക്രസി എന്തായിരിക്കും? ജനങ്ങൾ നേരിട്ട് അവരുടെ പരമാധികാരം ഉപയോഗിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഒക്കെ ഒരു ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഉദാഹരണമായ ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്, അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരോക്ഷമായ ഒരു ജനാധിപത്യമാണ് അവിടെയുള്ളത്.
മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യം എന്താണെന്ന് കൂടി നമുക്ക് പറയാം. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അഥവാ ഒരു പ്രാതിനിധ്യ ജനാധിപത്യം കൂടിയാണ് നമ്മുടേതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അഥവാ പ്രാതിനിധ്യ ഡെമോക്രസി ഇല്ലേ, അത് രണ്ട് തരത്തിൽ നമുക്ക് വിഭജിക്കാൻ പറ്റും. ഒന്ന് പാർലമെൻ്ററി ഡെമോക്രസി അഥവാ പ്രസിഡൻഷ്യൽ ഡെമോക്രസി. ഓക്കെ, അതിൽ നമ്മളത് ഏതാണ്? പാർലമെൻ്ററി ഡെമോക്രസിയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റാണുള്ളത്. അപ്പോൾ പാർലമെൻ്ററി ഡെമോക്രസി, അപ്പോൾ നമ്മളത് എന്താണെന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ചാപ്റ്ററിൽ എന്താണ് പാർലമെൻ്ററി ഡെമോക്രസി എന്നുള്ളത് കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെയൊക്കെ സൂചനകൾ വെക്കുന്നതാണ്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആണെന്ന് പറഞ്ഞു, നമ്മുടെ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതെങ്ങനെയാണ് ഇവിടെ? നമ്മുടേത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അത് രണ്ട് തരത്തിലുണ്ട്, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. അതിൽ പാർലമെൻ്ററി ഡെമോക്രസിയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് എന്താ തന്നെ, ഇന്ത്യൻ ഭരണഘടന ഫോളോ ചെയ്യുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ്, അതായത് നമ്മുടെ മന്ത്രിമാർ ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. അപ്പോൾ നിയമസഭയാണെങ്കിൽ നിയമസഭ, അല്ലെങ്കിൽ പാർലമെൻറ്റ്. അതായത് മന്ത്രിമാരും ബാക്കിയുള്ള എക്സിക്യൂട്ടീവ്സും ആരോട് ഉത്തരം പറയണം? പാർലമെൻറ്റിനോട് ഉത്തരം പറയണം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അവരെവിടെ റെസ്പോൺസിബിളാണ്, എവിടെ ഉത്തരം പറയണം? പാർലമെൻറ്റിന് മുന്നിൽ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് മുന്നിൽ ഉത്തരം പറയണം. അതായത് അതാണ് പാർലമെൻ്ററി ഡെമോക്രസി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് ഡെമോക്രസിയിൽ പ്രധാനമായിട്ട് 4 ടൂളുകളാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റഫറൻഡം, ഇനീഷ്യേറ്റീവ്, റീകോൾ, പ്ലബിസിറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ല? അതെന്താണെന്ന് ഏതാണെന്ന് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഡയറക്റ്റ് ഡെമോക്രസിൻ്റെ പ്രധാനപ്പെട്ട 4 ടൂൾസാണ് റഫറൻഡം, ഇനീഷ്യേറ്റീവ്, റീകോൾ, പ്ലബിസിറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി ഞാൻ പറഞ്ഞു ഡെമോക്രസി 3 തരത്തിലാണെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് രാഷ്ട്രീയ ഡെമോക്രസി, ഒന്ന് സാമൂഹികമായ ഡെമോക്രസി, അതേപോലെ സാമ്പത്തികമായ ജനാധിപത്യം. ഈ 3 തരത്തിലാണ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഡെമോക്രസി, പൊളിറ്റിക്കൽ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം പൊളിറ്റിക്കൽ ഡെമോക്രസി ഉള്ള രാജ്യമാണോ എന്നറിയാൻ വേണ്ടി പ്രധാനമായിട്ടും ഒരു എസെൻഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുകയിൽ മാത്രമാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? ഡയറക്റ്റായിട്ട് എന്തൊക്കെയാണ് എസെൻഷ്യൽ കണ്ടീഷൻസ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസിൻ്റെ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ പരമാധികാരം നിക്ഷിപ്തമാക്കുന്ന ഒരു ഭരണഘടന. അതായത് ജനങ്ങളിൽ വേണം പരമാധികാരം നിക്ഷിപ്തമാക്കേണ്ടത്. അങ്ങനെ നിക്ഷിപ്തമാക്കുന്ന രീതിയിൽ ഒരു ഭരണഘടന നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടല്ലോ, ഉണ്ട്. ഇനി അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടന ഉണ്ടാവണം. നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ ഉള്ളത് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ടായിരിക്കണം. നമുക്കുണ്ടല്ലോ, യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് നമുക്കുണ്ട്, അപ്പോൾ അതും ഓക്കെയാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഈസ് ആൻസറബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സിക്യൂട്ടീവ്സ് ലെജിസ്ലേച്ചറിനോട് ആൻസറബിൾ ആയിരിക്കണം, ഉത്തരവാദിത്തമുള്ള ആളുകളായിരിക്കണം. അത്തരത്തിലൊരു ഗവൺമെൻറ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണ്, ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് നമുക്കവിടെ ഒരു നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതായത് പരമാധികാരം നിക്ഷിപ്തമാക്കുന്ന, ജനങ്ങളിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഭരണഘടനയായിരിക്കണം, അതും ഓക്കെയാണ്. പിന്നെ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഈസ് ആൻസറബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഇത്രയാണ് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസീൻ്റെ ഒരു എസെൻഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ, സാമൂഹിക ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താ? സോഷ്യൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി സാമൂഹിക വികസനം അവിടെ നടക്കണം. അതായത് ജനാധിപത്യ മൂല്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതിലൊക്കെ അധിഷ്ഠിതമായിട്ട് കൊണ്ട് എന്ത് നടക്കണം? സാമൂഹികമായ വികസനം, സമൂഹത്തിൻ്റെ ഒരു വികസനം നടക്കണം അവിടെ. മനസ്സിലായല്ലോ? ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കണം എന്ന് പറയുന്നത്, അത് ഉറപ്പുവരുത്തുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുന്ന ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് സോഷ്യൽ സ്റ്റാറ്റസ്, അതേപോലെ സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി. മനസ്സിലായില്ലേ? ഇങ്ങനെ എന്നീ പറയുന്ന സാധനത്തിനൊക്കെ ഒരു സമത്വം, അവിടെ ഒരു തുല്യത അവിടെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സോഷ്യൽ ഡെമോക്രസി കൊണ്ട് സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു വികസനം അവിടെ നടക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തതാണ് ഏത്? എക്കണോമിക് ഡെമോക്രസി, സാമ്പത്തികമായ ജനാധിപത്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായ സാമ്പത്തിക വികസനങ്ങൾ നടക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതിൻ്റെ ആ സാമ്പത്തിക വികസനത്തിൻ്റെ ആ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാത്തരം ജനവിഭാഗങ്ങൾക്കും, അത് എസ്പെഷ്യലി പാവപ്പെട്ട ആൾക്കാരിലേക്ക് എത്തണം എന്ന് പറയുന്നതാണ് എക്കണോമിക് ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സാമ്പത്തിക വികസനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരിലേക്കും ഒരുപോലെ എത്തണം എന്ന് പറയുന്നതാണ് എക്കണോമിക് ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? അടുത്ത നമ്മൾ പറയുന്നത് റിപ്പബ്ലിക് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് റിപ്പബ്ലിക്? നമ്മുടെ ആമുഖത്തിലുള്ള റിപ്പബ്ലിക് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് രാഷ്ട്രപതി എന്നൊരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ ഉണ്ടെന്നാണ്. അതായത് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിലൂടെ വരുന്ന ഒരു രാഷ്ട്രതലവൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ കേസിൽ അത് രാഷ്ട്രതലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ എന്താണ് റിപ്പബ്ലിക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ ഉണ്ടെങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇന്ത്യൻ രാഷ്ട്രപതിയെ നമുക്കറിയാം പരോക്ഷമായ തിരഞ്ഞെടുപ്പിലൂടെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രസിഡന്റിൻ്റെ ചാപ്റ്ററിൽ അത് പഠിക്കും. ഇനി റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഞാൻ ഒരർത്ഥം റിപ്പബ്ലിക്കിൻ്റെ പറഞ്ഞു, ഇനി മറ്റ് 2 അർത്ഥങ്ങളും കൂടി നമുക്ക് റിപ്പബ്ലിക്കിന് പറയാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരാം. രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്, അല്ലാതെ രാജാവ് എന്ന പോലെ ഒരു ഒറ്റ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒറ്റ വ്യക്തിയിലല്ല എന്ന് ആലോചിച്ച് വയ്ക്കുക. രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജനങ്ങളാണ് ഈ രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്നുള്ള ഒരു അർത്ഥം കൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നത്, അല്ലാണ്ട് രാജാവ് എന്ന പോലെ ഒരൊറ്റ വ്യക്തിയിലല്ല. അതേപോലെ തന്നെ വിശേഷാധികാരമുള്ള ഒരു വർഗം, അതായത് വിശേഷാധികാരം എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് ആണ്. പ്രിവിലേജ്ഡ് ക്ലാസ്, വിശേഷ അധികാരമുള്ള. ഇപ്പോൾ പ്രിവിലേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉദാഹരണം ഇപ്പോൾ ബ്രിട്ടനിലാണെങ്കിൽ രാജാവിൻ്റെ മകൻ അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യ, ഇവരൊക്കെയാണ് അവിടുത്തെ അടുത്ത അവകാശി. അവർ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. മനസ്സിലായില്ലേ? അവർക്കൊരു പ്രത്യേക അധികാരം ഉണ്ട് അവിടെ. അത്തരത്തിലൊരു വർഗത്തിൻ്റെ അഭാവം, അത്തരത്തിലൊരു വർഗം എവിടെ ഉണ്ടാവാൻ പാടില്ല? ഒരു റിപ്പബ്ലിക്കൻ കൺട്രിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വിശേഷ അധികാരമുള്ളൊരു വർഗത്തിൻ്റെ അഭാവം, അതായത് എല്ലാ പൊതുസ്ഥാപനങ്ങളും, അതായത് എല്ലാ പബ്ലിക് ഓഫീസസും, എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ പദവികളും, രാഷ്ട്രപതി ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അങ്ങനെ എല്ലാ പൊതു സ്ഥാപനങ്ങളും എല്ലാ പൗരന്മാർക്കും മുന്നിൽ ഒരു വിവേചനവും കൂടാതെ ഒരുപോലെ തുറന്നു കൊടുക്കപ്പെടണം. അതും നമുക്ക് എന്ത് പറയാം? റിപ്പബ്ലിക്കിന് മറ്റൊരു അർത്ഥമായിട്ട് പറയാം. ഇനി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് മൊണാർക്കി അല്ലെങ്കിൽ റിപ്പബ്ലിക്. ഓക്കെ, മൊണാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പാരമ്പര്യ പൊസിഷനാണ്. മനസ്സിലായി? ഒരു ഹെറിഡിറ്ററി പൊസിഷനാണ് അവിടെ. അപ്പോൾ ഉദാഹരണം നമുക്ക് ബ്രിട്ടൻ പറയാം. നമ്മുടെ രാജ്യം എന്ന് പറയുന്ന റിപ്പബ്ലിക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞു. ഉദാഹരണമാണ് ഇന്ത്യ, USA ഒക്കെ ഒരു റിപ്പബ്ലിക്കിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ നമുക്ക് പറയാം ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിൻ്റെ ഓഫീസസ്, അതിൻ്റെ ഞാൻ പറഞ്ഞു, അതിൻ്റെ പൊതുസ്ഥാപനങ്ങൾ എല്ലാവർക്കും ഈക്വലായിട്ട്, എല്ലാ പൗരന്മാർക്കും ഈക്വലായിട്ട് തുറന്നു കൊടുക്കപ്പെടുന്നുണ്ട്. എവിടെ പോലത്തെ അല്ല, ബ്രിട്ടനിലെ പോലല്ല. അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഹെഡ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്ന പൊസിഷൻ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അവിടുത്തെ രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുപോലെയല്ല നമ്മുടെ രാജ്യത്ത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭരണഘടനാ ആമുഖത്തിൽ പറയുന്ന മൂല്യമാണ് നീതി എന്ന് പറയുന്നത്. ആമുഖത്തിൽ നൽകിയിരിക്കുന്ന നീതി എന്ന വാക്ക് 3 വ്യത്യസ്ത രൂപങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. എന്തൊക്കെ നീതിയാണ്? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ആമുഖം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള നീതിയാണ് നമുക്ക് ഉറപ്പുവരുത്തുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഈ 3 നേടുന്നത് മൗലിക അവകാശങ്ങളിലെയും നിർദ്ദേശക തത്വങ്ങളിലെയും വ്യത്യസ്ത വ്യവസ്ഥകളിലൂടെയാണ്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന നീതികളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെയും DPSPയിലൂടെ ഒക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ജസ്റ്റിസ്, സാമൂഹിക സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കടമെടുക്കുന്നത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ? ഇനി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് സാമൂഹിക നീതി, സാമ്പത്തിക നീതി അല്ലെങ്കിൽ രാഷ്ട്രീയ നീതി എന്നറിയാം. ഓക്കെ, അതേപോലെ തന്നെ ഈ നീതി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, മൗലികാവകാശങ്ങളിലെയും നിർദ്ദേശക തത്വങ്ങളിലെയും വ്യത്യസ്ത വ്യവസ്ഥകളിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ DPSPൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾ 38
ആർട്ടിക്കിൾ 38 എല്ലാവർക്കും അറിയുമല്ലോ എന്താണ് DPSPയിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ. എന്താ പറയുന്നത്? ജനങ്ങളുടെ വെൽഫെയർ, അതായത് ജനങ്ങളുടെ ക്ഷേമം പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റേറ്റ് ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ. ജനങ്ങളുടെ വെൽഫെയർ അഥവാ ക്ഷേമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാനം അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു സാമൂഹിക ക്രമം, സോഷ്യൽ ഓർഡർ ഉറപ്പാക്കണം എന്നവിടെ പറയുന്നുണ്ട്. അതിലെടുത്ത് ആ ആർട്ടിക്കിൾ 38 എടുത്ത് പറയുന്നുണ്ട് എന്ത്? സോഷ്യൽ ആൻഡ് എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത് DPSPയിൽ ആർട്ടിക്കിൾ 38 എടുത്ത് പറയുന്നുണ്ട്. ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന അടുത്ത സെൻറ്റൻസാണ് സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി കുറിച്ച് പറയുന്നത്. സോറി, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് സാമൂഹിക നീതി എന്ന് നോക്കാം. സാമൂഹിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമൂഹിക നീതി അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ ജാതി, വർണ്ണം, മതം, വർഗം ഇത്തരം മുതലായ കാര്യങ്ങൾ, ഇത്തരം മുതലായവ കാരണം യാതൊരു സാമൂഹിക വിവേചനവും കാണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായി പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അതായത് ജാതി, വർണ്ണം, മതം, വർഗം മുതലായവയാൽ, ഈ പറഞ്ഞ കാരണങ്ങളാൽ യാതൊരു സാമൂഹിക വിവേചനവും ഉണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞ കാരണങ്ങളാൽ യാതൊരു സാമൂഹിക വിവേചനവും കാണിക്കാതെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിനുള്ളിൽ ഒളിഞ്ഞിടക്കുന്ന മറ്റൊരു സാധനമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമേ വിവേചനം കാണിക്കാൻ പാടില്ലാത്തതുള്ളൂ. പക്ഷേ മറ്റ് കാരണങ്ങളാൽ എന്തൊക്കെ വിവേചനങ്ങളൊക്കെ കാണിക്കാം എന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായോ? അപ്പോൾ ആർട്ടിക്കിൾ 15 എടുത്ത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പ്രോഹിബിഷൻ, കുറച്ച് റൈറ്റ്സിനെ കുറിച്ച് അവിടെ പറയുന്നത് അവിടെ ഞാൻ പറയാതെ. മനസ്സിലായി? അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് പറയുന്നത് ജാതി, വർണ്ണം, വർഗം അതുപോലെ മുതലായ അത്തരം കാരണങ്ങളാൽ യാതൊരു സാമൂഹിക വിവേചനവും കാണിക്കാതെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബേസിക്കായിട്ട് ഇത്രേ അറിഞ്ഞു വെക്കാൻ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് എക്കണോമിക് ജസ്റ്റിസ്? എന്താണ് സാമ്പത്തിക നീതി? സാമ്പത്തിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ ഫാക്ടേഴ്സ്, അതായത് സാമ്പത്തികമായ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തമ്മിൽ യാതൊരു വിവേചനവും ഇല്ലാതിരിക്കാനാണ് നോക്കുന്നത്. അതായത് സാമ്പത്തികമായ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തമ്മിൽ യാതൊരു വിവേചനവും ഇല്ലാതിരിക്കൽ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമ്പത്ത്, വരുമാനം, സ്വത്ത്, പ്രോപ്പർട്ടി, മറ്റു കാര്യങ്ങൾ എന്നിവയിലൊക്കെ പ്രകടമായ അസമത്വങ്ങൾ ഇല്ലാതാക്കുക. മനസ്സിലായോ? അതായത് സമ്പത്ത്, അതായത് ഒരാളിൽ മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കുക, ഈക്വലായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്. ഇതിലെടുത്ത് പറയേണ്ട, നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് ആലോചിച്ച് വെക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39C, സ്മോൾ ലെറ്റർ സി ആട്ടോ, അത് സ്മോൾ സി. ആർട്ടിക്കിൾ 39 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ABCDEF ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 39 സ്മോൾ സി. ഇതെന്താ പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആണ്. അതായത് വെൽത്തിൻ്റെ കോൺസെൻട്രേഷൻ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് പ്രിവെൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, എന്ത് ചെയ്യുക? അത് പ്രിവെൻറ്റ് ചെയ്യുക. അതിൻ്റെ പ്രിവെൻഷനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 39C പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടേക്ക് ലിങ്ക് ചെയ്യാം? നമ്മുടെ എക്കണോമിക് ജസ്റ്റിസിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ് ഏത്? പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്താണെന്ന്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് യാതൊരു മുൻവിധികളും കൂടാതെ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുവാൻ, രാഷ്ട്രീയത്തിൽ നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ, അതിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് മത്സരിക്കാനും അതേപോലെ മറ്റ് പൊളിറ്റിക്കൽ ഓഫീസസ്, പബ്ലിക് ഓഫീസസ്, ഗവൺമെൻറ് ഓഫീസസിലൊക്കെ നമുക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു ജീവനക്കാരനായിട്ട് കയറി ചെല്ലാനും അത്തരം കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഏർപ്പെടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ യാതൊരു മുൻവിധികളൊന്നും കൂടാതെ തന്നെ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുവാൻ എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും തുല്യവും സ്വതന്ത്രവും നീതിയുക്തവുമായ അവസരമുണ്ട് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും, എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനായിട്ട് ഈക്വലായിട്ടുള്ള അവസരങ്ങളും ഈക്വലായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും രാഷ്ട്രീയ ഓഫീസുകളിലൊക്കെ തുല്യ പ്രവേശനവും അതുപോലെ തന്നെ സർക്കാർ പ്രക്രിയകളിലൊക്കെ സർക്കാരിൻ്റെ ഓരോ പ്രോസസ്സിലും തുല്യ പങ്കാളിത്തവും ഉണ്ടാവേണ്ടതാണ്. അതാണ് അവിടെ പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും
പറയാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. എന്താ പറയുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനമാണല്ലോ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. റൈറ്റ് ടു ഇക്വാളിറ്റി ഈ പറയുന്ന ആർട്ടിക്കിൾ ഇതിനായിട്ട് ബേസ് ചെയ്ത് നമുക്ക് പറയാം. പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് പറയാം. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ നമുക്ക് പറയാം. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇവിടെ നമ്മൾ കണ്ടില്ല, ഓരോ കാര്യത്തിൻ്റെയും ഭയങ്കര ഡീറ്റെയിലാക്കി പോവാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതിൻ്റെ പിന്നെ ഓരോ പോർഷൻസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP വരുമ്പോൾ ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രിയാമ്പിൾ ഒരു ആമുഖമായതുകൊണ്ട് തന്നെ എല്ലാം ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഭാഗമാണിത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങളുടെ അഭാവമാണ്. അതായത് വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു പൗരനാണ്, അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ മേലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ മേലുള്ള റീസ്ട്രെയിൻസ് അല്ലെങ്കിൽ കൺട്രോൾസ് ഇല്ലാണ്ടിരിക്കുന്നതിനാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇത്, വ്യക്തി വികാസങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ അതായത് എനിക്ക് സ്വയം വികസിക്കാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ എൻ്റെ രാജ്യം എനിക്ക് പ്രദാനം ചെയ്യണം എന്ന് പറയുന്നത് ഒരു ലിബർട്ടീൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് UPSC 2019 സിവിൽ സർവീസിന് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതുണ്ടോ, ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് പൊളിറ്റി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വുഡ് യു അക്സെപ്റ്റ് ആസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതാണ്. അതായത് തന്നിരിക്കുന്നതിൽ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങളായിട്ട് എഴുതാം, പക്ഷേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നുണ്ടോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഇതിൽ ഏറ്റവും അനുയോജ്യമായ ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിൻ്റെ ഡെഫിനിഷൻ ഏതാണെന്നൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് ഉദാഹരണം ഇപ്പം പറയുകയാണെങ്കിൽ ഇതിൽ ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻ, മനസ്സിലായില്ല? അതായത് ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ മുകളിലുള്ള നിയന്ത്രണങ്ങളുടെ അഭാവം. റീസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നിയന്ത്രണമാണ്, നിയന്ത്രണത്തിന് അഭാവമാണ്. അതും എനിക്കൊരു ഡെഫിനിഷനായിട്ട് പറയാമെങ്കിലും, പക്ഷേ ഇതിൽ ചോദിച്ചിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ, ഇത് ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ വരുന്നൊരു രീതി? അപ്പോൾ UPSCയിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡയറക്റ്റ് ഡിഗ്രി മെയിൻസിനും പ്രിലിംസിലൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നത് നമ്മൾ നിരവധി എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പത്രം തരത്തിൽ ഇനി വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. മനസ്സിലായോ? അപ്പോൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ടൈറനി ഓഫ് പൊളിറ്റിക്കൽ റൂളേഴ്സ്, അതായത് രാഷ്ട്രീയ അധികാരികളുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള സംരക്ഷണം, അതാണോ ലിബർട്ടി? അതോ നിയന്ത്രണങ്ങളുടെ അഭാവമാണോ? അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ടു ഡു വാട്ട് എവർ വൺ ലൈക്സ്, ഒരാൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള അവസരമാണോ? അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി, ഒരാളെ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് അറിയോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളിയാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. എന്ത്? വ്യക്തി വികാസങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ലിബർട്ടീൻ്റെ. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്, ഓരോരുത്തരുടെയും മൗലിക അവകാശങ്ങളിലൂടെ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും ആമുഖം ഉറപ്പുവരുത്തുന്നത് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ വെറും ലിബർട്ടി അല്ല, എന്തൊക്കെ ലിബർട്ടിയാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. മനസ്സിലായോ? അത്തരം സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ തരത്തിലുള്ള ലിബർട്ടിയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ഓക്കെ, പിന്നെ ആമുഖം അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന ആശയം പരമമായ ഒന്നല്ല. അതായത് നമ്മുടെ ലിബർട്ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ബട്ട് ക്വാളിഫൈഡ്, നോട്ട് അബ്സല്യൂട്ട്. അതായത് എനിക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയും മൂക്കിൻ്റെ തുമ്പത്താണ്, മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്താണ് നമ്മുടെ ലിബർട്ടി അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ലിബർട്ടീനെ അനിച്ചുകൊണ്ട് എൻ്റെ ലിബർട്ടി എനിക്ക് നേടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു റിസ്ട്രെയിൻസ് ഉണ്ട്. അതായത് ഒരാളതും പൂർണ്ണമായ സ്വാതന്ത്ര്യമല്ല. ഓരോരോ സന്ദർഭം അനുസരിച്ച് ഓരോരോ റെസ്ട്രിക്ഷൻസ് ആർക്ക് വയ്ക്കാൻ പറ്റും? ഗവൺമെൻറ്റിന് വയ്ക്കാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ സ്വാതന്ത്ര്യം എന്ന ആശയം പരമമായ ഒന്നല്ല, നോട്ട് അബ്സല്യൂട്ട് എന്ന് പഠിച്ചു വയ്ക്കുക. മറിച്ച് എന്താണ്? ക്വാളിഫൈഡ് ആണ്. നമുക്ക് ഓരോരോ ക്വാളിഫിക്കേഷൻ വഴി കിട്ടേണ്ട ഓരോ കാര്യം അർഹതയോടെ നേടുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതേപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം,
ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ പറയുന്ന ആശയങ്ങൾ നമ്മൾ എവിടുന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്ന് കടമെടുത്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അതായത് അപ്പോൾ ലിബർട്ടി നിങ്ങൾ ആലോചിക്കേണ്ട ഒന്നാണ് എന്താണ്? ഒരാൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ത് ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, ലിമിറ്റേഷൻസിന് ഉള്ളിൽ നിന്നുകൊണ്ട്, അത് ഓരോരോ ലിമിറ്റേഷൻസിന് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആശയം നിങ്ങളവിടെ ഞാൻ തന്ന പോയിൻറ്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത് നമുക്ക് സമത്വം എന്താണെന്ന് നോക്കാം. എന്താണ് സമത്വം? സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേകമായ വിശേഷ അധികാരമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സമത്വം? സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേകമായ വിശേഷ അധികാരമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വാളിറ്റി, ഒരു വിഭാഗത്തിനും പ്രത്യേകമായ വിശേഷ അധികാരം, അതായത് പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, ആർക്കും പ്രിവിലേജസ് ഒന്നുമില്ല, അതില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്, ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ യാതൊരു വിവേചനവും കൂടാതെ, ഒരു വിവേചനവും കൂടാതെ എല്ലാ വ്യക്തികൾക്കും ആവശ്യമായ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയും സമത്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരു വിവേചനവും കൂടാതെ എല്ലാ വ്യക്തികൾക്കും ആവശ്യമായ അവസരങ്ങൾ ലഭ്യമാക്കാനുള്ള വ്യവസ്ഥയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ആമുഖം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്നതാണ് പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. സമത്വം എന്താണ്? ഇക്വാളിറ്റി എന്തിലൊക്കെയാണ്? ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരത്തിനുമുള്ള സമത്വമാണ് ഭരണഘടന ആമുഖത്തിലൂടെ നമുക്ക് ഉറപ്പുവരുത്തുന്നത്. സമത്വത്തിന് 3 മാനങ്ങളാണുള്ളത്: പൗരസമത്വം, രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം. എന്തൊക്കെയാണ്? പൗരസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിക് ഇക്വാളിറ്റി, പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, എക്കണോമിക് ഇക്വാളിറ്റി. അങ്ങനെ 3 ഇക്വാളിറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതും 2017 സിവിൽ സർവീസിന് വെച്ച പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ നേരത്തെ നമ്മൾ ലിബർട്ടീൻ്റെ ആശയത്തിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കി, ഇവിടെ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയത്തിൻ്റെയാണ്. വൺ ഓഫ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി, സമത്വത്തിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന്, സമൂഹത്തിലെ ഇക്വാളിറ്റിയുടെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ആബ്സെൻസ് ഓഫ്, എന്തിൻ്റെ ആബ്സെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേകമായ വിശേഷാധികാരമില്ലാതിരിക്കുന്ന അവസ്ഥ. പ്രത്യേകമായ വിശേഷാധികാരമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വൺ ഓഫ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി ഈസ് ദി ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. വിശേഷാധികാരത്തിൻ്റെ ആബ്സെൻസ് സമൂഹത്തിലുള്ളതാണ് നമ്മുടെ സമത്വം എന്ന് പറയുന്നതിൻ്റെ ഒരാശയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള സമത്വത്തിന്, ഇക്വാളിറ്റിക്ക് 3 മാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പൗരസമത്വമാണ്. എന്താണ് അപ്പോൾ പൗരസമത്വം? സിവിക് ഇക്വാളിറ്റി അഥവാ പൗരസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് സിമ്പിളായിട്ട് ഇത്രയുള്ളൂ, എല്ലാ പൗരന്മാർക്കും തുല്യമായ പൗരാവകാശവും പൗരസ്വാതന്ത്ര്യവും, എല്ലാ പൗരന്മാർക്കും തുല്യമായ പൗരാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും ആണ് ഉള്ളത് എന്ന് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായില്ല? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള എന്തുണ്ട്? എന്താ പറയുക, സിവിക് റൈറ്റുകളും സിവിക് ഫ്രീഡമുമാണുള്ളത്. പൗര അവകാശങ്ങളും പൗര സ്വാതന്ത്ര്യവുമാണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളതാണ് പൗരസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആർട്ടിക്കിൾ ഞാൻ താഴെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അതായത് മൗലിക അവകാശങ്ങളിലെ താഴെ പറയുന്ന അനുച്ഛേദങ്ങൾ പൗരസമത്വം ഉറപ്പുവരുന്നതാണ്. ആർട്ടിക്കിൾ 14, 15, 16, അതേപോലെ 17, 18 ഈ സിവിക് ഇക്വാളിറ്റീനെ പറയുന്നതാണ്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിയമത്തിനുള്ള മുന്നിലുള്ള സമത്വം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെ നിരോധനം. അപ്പോൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്ന ആർട്ടിക്കിളൊക്കെ എന്താണ്? പൗരസമത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതായിരുന്നു? രാഷ്ട്രീയ സമത്വം അഥവാ പൊളിറ്റിക്കൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ ഇക്വാളിറ്റി. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി നേടുന്നതിന് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകളാണ് 325, 326. ഇതൊക്കെ നമുക്കറിയാം, ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നതും, അതായത് അഡൽട്ട് സഫറേജ്, യൂണിവേഴ്സൽ വോട്ടവകാശത്തിനെ കുറിച്ച് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെയാണത്. ഓക്കെ ആണല്ലോ.
പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് 326. 325 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അതായത് മതം, ജാതി, ലിംഗം, വർഗം എന്നതിൻ്റെ പേരിൽ ആരെയും ഇലക്ട്രൽ റോൾസിൽ നിന്ന് ഒഴിവാക്കരുത്. ഇലക്ട്രൽ റോൾസിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ്? ഇലക്ടറൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത്. ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രൽ റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രൽ റോൾസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 325 എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ അത് പറയുന്നതൊക്കെ രാഷ്ട്രീയ സമത്വം, പൊളിറ്റിക്കൽ സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇനി സാമ്പത്തിക സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ പീപ്പിൾ, അതായത് എല്ലാ ജനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഉണ്ടായിരിക്കണം. എന്തിനൊക്കെ? എംപ്ലോയ്മെൻറ്റ്, അതേപോലെ ജീവിക്കാൻ ആവശ്യമുള്ള അവസരങ്ങൾക്ക്, ഇതിലൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു എന്തുണ്ടാവണം? ആക്സസ് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾ പീപ്പിൾ ടു ഹാവ് ഈക്വൽ ആക്സസ്. മനസ്സിലായില്ലേ? ഓൾ പീപ്പിൾ ടു ഹാവ് ഈക്വൽ ആക്സസ് ടു എംപ്ലോയ്മെൻറ്റ് ആൻഡ് ചാൻസസ് ടു മേക്ക് എ ലിവിങ്. ഓക്കെ, അത്രേ പറയുന്നു. സിമ്പിളായിട്ട് അത്രേ പറയാനുള്ളൂ. അതായത് തൊഴിലെടുത്ത് ജീവിക്കാനോ അതേപോലെ മറ്റു തരത്തിലൊക്കെ ജീവിക്കാനുള്ള ഒരു ചാൻസസ്, അതിനോടൊക്കെ ഒരു ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ആണ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നതാണ് നമ്മൾ സാമ്പത്തികമായ സമത്വത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 39 ഇത് പറയാം. ആർട്ടിക്കിൾ നേരത്തെ ഞാൻ പറഞ്ഞു 39C നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു. 39 തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട 39 2 ആർട്ടിക്കിളാണ് 39 സ്മോൾ ലെറ്റർ എയും 39 ക്യാപിറ്റൽ ഡിയും. 39 സ്മോൾ എയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപജീവന മാർഗത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് 39. അപ്പോൾ നിങ്ങൾ 39 എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ 39 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 39 സ്മോൾ എയിൽ പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപജീവന മാർഗത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് 39A. 39D എന്താ പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം എന്ന് പറഞ്ഞ് ഈക്വൽ പേനെ കുറിച്ച് പറയുന്നതാണ്. ഈക്വൽ വേതനത്തിനെ കുറിച്ച് പറയുന്നതാണ് 39D. അപ്പോൾ ഇത് രണ്ടും പറയുന്നത് സാമ്പത്തികമായ സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നുമില്ല എല്ലാവർക്കും? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഫ്രട്ടേണിറ്റി എന്താണെന്ന് നോക്കാം. ഫ്രട്ടേണിറ്റി ഭരണഘടനയിൽ നമ്മൾ എന്താ പറയുന്നത്? ഏക പൗരത്വം എന്ന ആശയമാണ് പറയുന്നത്. ആ ഒരു സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തുള്ളത് സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ. ഇനി ആമുഖത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ആമുഖത്തിൽ പറയുന്നുണ്ട്, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ എടുത്തു പറയുന്ന സെൻറ്റൻസ് എന്താണ്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം പുലർത്തണമെന്നാണ്. അപ്പോൾ ഈ വാക്ക് ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത എന്ന വാക്ക് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ചേർത്തതാണ് 1976. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ എന്നാണ് പറയുന്നത്. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ അഖണ്ഡത ഞാൻ ഓൾറെഡി പറഞ്ഞു 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അതിൽ പറയുന്നതാണ്, മതപരമോ ഭാഷാപരമോ പ്രാദേശികമോ വിഭാഗപരമോ ആയ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ ഐക്യവും പൊതു സാഹോദര്യത്തിൻ്റെ ചൈതന്യവും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും ഇടയിൽ ഐക്യവും പൊതു സാഹോദര്യത്തിൻ്റെ ചൈതന്യവും പ്രോത്സാഹിപ്പിക്കണമെന്ന് ആർട്ടിക്കിൾ 59 പറയുന്നത്. അപ്പോൾ ഇതിലെന്തുണ്ട്? സാഹോദര്യത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? പിന്നെ വ്യക്തികളുടെ അന്തസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ? വ്യക്തികളുടെ അന്തസ്സ് കണ്ടോ? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും എന്ന് പറയാം. അപ്പോൾ ഈ വ്യക്തിയുടെ അന്തസ്സ് എന്ന് പറയുന്ന കാര്യം എടുത്തു പറയുമ്പോൾ, വ്യക്തിയുടെ അന്തസ്സിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതായിരുന്നു? നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ, അതായത് ആർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ 51A തന്നെ 51 ക്യാപിറ്റൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു അമെൻമെൻറ്റ് വഴി വന്നതാണ്. ക്യാപിറ്റലായിട്ട് വരുന്ന ഈ കാര്യങ്ങളൊക്കെ അമെൻമെൻറ്റ് വഴി വന്നതായിരിക്കും. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു ആർട്ടിക്കിളിലൂടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അമെൻമെൻറ്റ് വഴി വന്നതാണ്. അപ്പോൾ അത് 42ാമത്തെ ഭേദഗതി 1976 വഴിയാണല്ലോ 51 ക്യാപിറ്റലെ ഭരണഘടനയിലേക്ക് വന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്.
അപ്പോൾ വ്യക്തികളുടെ അന്തസ്സിനെ കുറിച്ച് പറയുന്നതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഏത്? സ്ത്രീകളുടെ കാര്യമാണ്. സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ. സ്ത്രീകളുടെ അന്തസ്സിന് അപമാനകരമായ ആചാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട് ഇവിടെ 51A. മനസ്സിലായോ? അപ്പോൾ സ്ത്രീകളുടെ അന്തസ്സിന് അപമാനകരമായ ആചാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് എവിടെയായിട്ട് ലിങ്ക് ചെയ്യാം? ഈ ഒരു ഫ്രട്ടേണിറ്റീൻ്റെ കാര്യത്തിലേക്ക് ലിങ്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. അത് നമുക്ക് വരാം, അടുത്ത പോർഷൻ നോക്കിയിട്ട് തിരിച്ചു വരാം. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ബെറുബാറി യൂണിയൻ കേസ് 1960 പറഞ്ഞു. അതെന്താണെന്നൊക്കെ ജസ്റ്റ് ഞാൻ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്നാലും അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ സോവറിൻ പഠിച്ചപ്പോൾ പറഞ്ഞു, പരമാധികാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബെറുബാറി യൂണിയൻ കേസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നു? 1960ക്ക് ശേഷമാണ് 9ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത്. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സുപ്രീം കോടതി വിധി ഇതായിരുന്നു. അപ്പോൾ പഠിച്ചു വെക്കേണ്ടത്, ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. അത്രയും നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. തൊട്ടടുത്ത കേസ് ഏതായിരുന്നു? കേശവാനന്ദ ഭാരതി കേസ് 1973 ഏപ്രിൽ 24. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നെടുത്ത് പറഞ്ഞൊരു കേസാണ് ഏത്? ഇത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് സാധിക്കും. ആമുഖം ഭേദഗതി വരുത്താൻ ആർക്ക് സാധിക്കും? പാർലമെൻറ്റിന് സാധിക്കും. ഭരണഘടന വായിക്കേണ്ടതും നിർവചിക്കേണ്ടതും ആമുഖത്തിൽ പ്രകടമാകുന്ന മൂല്യത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണമെന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആമുഖത്തിൽ? അതായത് നമ്മൾ ഭരണഘടന ഇങ്ങനെ വായിക്കേണ്ടതും അതുപോലെ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും നിർവചിക്കേണ്ടതുമൊക്കെ ഈ ആമുഖത്തിൽ പ്രകടമാകുന്ന ഓരോരോ വാല്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണമെന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്ത കേസ് ഏതായിരുന്നു? SR ബൊമ്മൈ കേസ് 1994. ഈ കേസിൻ്റെ വർഷങ്ങളൊക്കെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണമെങ്കിൽ ചോദിക്കാം. അതിന് മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടന്ന കേസ് ഏതാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. വർഷം കാണാതെ പഠിച്ചില്ലെങ്കിലും ആദ്യം നടന്നത് ഏതാണെന്നുള്ളൊരു ഐഡിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ SR ബൊമ്മൈ കേസ് 1994. ആമുഖം എന്നത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അത് ആദ്യം ഘടകമാണ്, അതായത് ഭാഗമാണെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ എന്താണ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു. ഇവിടെ വെറും പാർട്ടാണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രിയാമ്പിൾ ഈസ് ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു SR ബൊമ്മൈ കേസിൽ 1994. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം LIC ഓഫ് ഇന്ത്യ കേസ്. LIC ഓഫ് ഇന്ത്യ കേസിൽ വീണ്ടും ഇത് തന്നെ സുപ്രീം കോടതി ഒന്നുകൂടിയും പറഞ്ഞു. എന്ത്? ആമുഖം പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഏതൊക്കെ കേസിലാണ് ഭാഗമാണ്, ഏതൊക്കെ കേസിലാണ് ഭാഗമല്ല എന്ന് പറഞ്ഞത് മാത്രം. ഒറ്റ കേസിലെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേതാണ്? ബെറുബാറി യൂണിയൻ കേസിലാണ്. ഇനി ആമുഖം നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിൻ്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ അധികാരം ഹനിക്കുന്നതോ അല്ല. അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്ന സാധനം ഇതേപോലെ നമ്മൾ പ്രിയാമ്പിൾ ഉപയോഗം എന്താണെന്നാണ് സുപ്രീം കോടതി ഇവിടെ പറയുന്നത്. ഭരണഘടന നമ്മൾ വായിക്കുമ്പോഴും അത് ഓരോരോ ആർട്ടിക്കിൾ നമ്മൾ നിർവചിക്കുമ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആമുഖത്തിൽ പ്രകടമാകുന്ന മൂല്യം അതിലെ വാല്യൂസിൻ്റെ വെളിച്ചത്തിലായിരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതെന്തല്ല, നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ, ഒന്നെങ്കിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇത്തരം പാർലമെൻറ്റിന് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടമല്ല. അതായത് പാർലമെൻറ്റിന് അധികാരം കിട്ടുന്ന ഈ ആമുഖത്തിൽ നിന്നല്ല. അതായത് സോഴ്സ് ഓഫ് പവർ അല്ല ആമുഖം. അതേപോലെ നിയമനിർമ്മാണ സഭയുടെ അധികാരം ഹനിക്കുന്നതല്ല എന്ന്. അപ്പോൾ ആമുഖത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതേപോലെ എന്താ പറയുക, ഭരണഘടന വായിക്കുമ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു പവറോ അല്ലെങ്കിൽ പവർ ഇല്ലാണ്ടാക്കാനുള്ള ഇതൊന്നും ഈ ആമുഖത്തിനുള്ള ശക്തി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ അതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആമുഖം എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒന്നല്ല. നീതി നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒന്നല്ല. കാരണം ആമുഖത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്നതിൻ്റെ പേര്, അതായത് പ്രധാനപ്പെട്ട വാക്കാണ് നോൺ ജസ്റ്റിസബിൾ. അപ്പോൾ നിങ്ങൾ ഓരോന്നും പഠിക്കും. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും DPSP ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ജസ്റ്റിസബിൾ ആണോ അല്ലേ എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? ജസ്റ്റിസബിൾ ആണ്. DPSPയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഒക്കെ നോൺ ജസ്റ്റിസബിൾ ആണെന്നൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ ആമുഖം എന്താണ്? നോൺ ജസ്റ്റിസബിൾ. അതായത് ആമുഖത്തിലൊരു കാരണം ലംഘിക്കപ്പെട്ടതുകൊണ്ട്, അതായത് ആമുഖത്തിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയില്ല,
അത് ലംഘിക്കപ്പെട്ടു എന്നതുകൊണ്ട് എനിക്ക് കോടതിയിൽ പോയി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നോൺ ജസ്റ്റിസിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആമുഖത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും എനിക്കൊരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇപ്പം എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് കോടതിയിൽ പോവാം. അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതേപോലെ DPSP ഒന്നും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിയില്ല എന്ന് വെച്ച് കോടതിയെ സമീപിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ ആമുഖത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. അത് നോൺ ജസ്റ്റിസിയബിൾ ആണ്. മനസ്സിലായ? ജസ്റ്റിസിയബിൾ അല്ല. അതായത് അത് ലംഘിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് സാധനം അതിലെ മൂല്യങ്ങൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് എന്തിൽ പോകാൻ പറ്റില്ല? കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇനി ആമുഖത്തിൻ്റെ ഭേദഗതിയെ കുറിച്ച് പറയാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 പ്രകാരം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പിന്നെ ചെയ്യും. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം ആദ്യമായിട്ട് വരുന്നത് പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. മനസ്സിലായാലും? ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ആദ്യമായിട്ട് വരുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ആമുഖത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി, അതായത് പ്രിയാമ്പിൾ നമുക്ക് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരാൻ പാടില്ല. സ്ട്രക്ചർ അതുപോലെ തന്നെ ഇരിക്കണം. ബേസിക് സ്ട്രക്ചർ അതുപോലെ തന്നെ ഇരിക്കണം. അതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം. പക്ഷേ സ്ട്രക്ചറിന് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന സിദ്ധാന്തം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ വരുന്നത് ആദ്യമായിട്ട് വരുന്നത് കേശവാനന്ദ ഭാരത കേസിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? ആ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി വിശദീകരിക്കുന്നില്ല. പക്ഷേ പിന്നീട് വരുന്ന ഓരോരോ കേസിലൂടെയാണ് ഈ പറയുന്ന സാധനം ബേസിക് സ്ട്രക്ചറാണ്, അതായത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രക്ചറാണെന്നുള്ളത് ഒരു കേസിലൂടെ വന്നു. മറ്റ് കേസിലൂടെ വരുന്നതായിരിക്കും ചിലപ്പോൾ എന്താ പറയുക, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതൊരു ബേസിക് സ്ട്രക്ചറാണ്. അതൊക്കെ നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഈ ഒരു കേസ് പറയുമ്പോൾ ഈ ഒരൊറ്റ കേസിലൂടെ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസം ഈസ് എ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എടുത്തു പറഞ്ഞതാണ്. സെക്യുലറിസം ഈസ് എ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976. ഇനി ഭരണഘടന, ജസ്റ്റ് കുറച്ച് ഫാക്ട്സ് ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആയിരുന്നു. സാഹോദര്യം എന്ന പദം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. കാരണം 1976 ആണ് വർഷം. ആലോചിച്ചാൽ മതി, എമർജൻസി കഴിഞ്ഞുള്ള ഇവരായിരുന്നു ആ സമയത്തുള്ള പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നുള്ളത്. ദൈവനാമത്തിലാണ് ആമുഖം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആരംഭിക്കേണ്ടതെന്ന് പറഞ്ഞത് HV കമ്മത്താണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വേഗം നോക്കാം, ഓൾറെഡി ടൈം വൈകി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? നമുക്കിവിടെ എന്ത് പറയേണ്ടി വരും? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? കാരണം എന്താണ്? ആമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. അത് അവതരിപ്പിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അടുത്തത് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പറയുന്നത്. സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇത് കഴിഞ്ഞ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്തിന് ചോദിച്ചാട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനും മാറി, പാറ്റേണും മാറി, എല്ലാം മാറി. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും പ്രതീക്ഷിക്കരുത്, കാര്യമായിട്ട് പ്രതീക്ഷിക്കരുത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി ഏതായിരുന്നു? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരുന്നു. ഏതൊക്കെ വാക്കുകളായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നത്? ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിട്ടുള്ളത്? ഏത് രാജ്യത്തോടാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ആമുഖം എടുത്തത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഇത് UPSC 2013 ചോദിച്ച ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഒരു ലക്ഷ്യമായ സാമ്പത്തിക നീതി, എക്കണോമിക് ജസ്റ്റിസ് എന്ന ആശയം നമുക്ക് കാണാൻ സാധിക്കുന്ന എവിടെയാണ്? സാമ്പത്തിക നീതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, DPSPയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആമുഖത്തിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും?
ആമുഖത്തിലും നിർദ്ദേശക തത്വങ്ങളിൽ ഞാൻ കുറച്ച് ആർട്ടിക്കിളൊക്കെ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തിക നീതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ. ആമുഖത്തിലും നിർദ്ദേശക തത്വം ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. സാമ്പത്തികം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ ആലോചിക്കണം? നിർദ്ദേശക തത്വങ്ങളിലാണ് നമുക്ക് കൂടുതലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 39-ൽ പറഞ്ഞു, 1-2 കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു. 39C പറഞ്ഞു, അതേപോലെ ഡിയിലും എയിലൊക്കെ പറഞ്ഞു. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടാത്ത ലക്ഷ്യം ഇവയിൽ ഏതാണ്? അതായത് കുറേ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭരണഘടനയിൽ ഡിസ്കസ് ചെയ്തു, ആമുഖത്തിൽ ഡിസ്കസ് ചെയ്തു. അതിൽ പെടാത്തത് ഏതാണ്? അതിൽ ആമുഖത്തിൽ പറയാത്തത് ഏതാണ്? സ്വാതന്ത്ര്യം, ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. ലിബർട്ടി ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ഇവിടെ ബിലീഫ് ഓൾറെഡി ഉണ്ട്, ആശയപ്രകടനം എക്സ്പ്രഷൻ വന്നു, ചിന്ത തോട്ട് വന്നു. ഇല്ലാത്തത് ഏതാണ്? സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഉത്തരം ബി ആണ് കേട്ടോ. സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തിൽ പറയുന്നില്ല? ആമുഖത്തിൽ പറയുന്നില്ല. സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ് ഉത്തരം. ഓക്കെ ആണല്ലോ? ഇനി ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് പ്രതിഫലിക്കുന്നത് ഇവയിൽ ഏതിലാണ് മനസ്സ് പ്രതിഫലിക്കുന്നത്? ആമുഖത്തിലാണ് പ്രതിഫലിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറയാനുള്ളത്, ആമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഇവിടെ പറയുന്നുണ്ട്. നാം ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം പ്രകാശിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഫോർ ഫാദേഴ്സ്, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാരുടെ മനസ്സിലെ കാര്യങ്ങളാണ് എവിടെ വരുന്നത്? ആമുഖത്തിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി എന്ത് പറഞ്ഞത്? നമ്മൾ ഭരണഘടന വായിക്കുമ്പോഴും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും ആമുഖത്തിലെ മൂല്യങ്ങളെ അടിസ്ഥാനത്തിൽ വേണം പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞതായിരുന്നത്. പിന്നെ KM മുൻഷി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. KM മുൻഷിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. താക്കൂർദാസ് ഭാർഗവ് എന്താ പറഞ്ഞത്? ഹൃദയവും ആത്മാവും, സോൾ ആൻഡ് ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത്, ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ആരാണ്? ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. ഏണസ്റ്റ് ബാർക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേക്കറി ആലോചിച്ചത്. ബേക്കറിക്ക് താക്കോല് വേണമല്ലോ, ബേക്കറി ആകുമ്പോൾ താക്കോല് വേണം. അപ്പോൾ ഭരണഘടന താക്കോലാണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. പിന്നെ ഹിദായത്തുള്ള പറഞ്ഞത് ആത്മാവ് മാത്രമാണ്. അപ്പോൾ ആത്മാവ് മാത്രം പറഞ്ഞത് ഹിദായത്തുള്ളയാണ്. ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞു? ആത്മാവും താക്കോലും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ 3-4 വായനയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ NA പൽക്കിവാല പറഞ്ഞാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖം. അതായത് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ആമുഖമാണെന്ന് പറഞ്ഞത് NA പൽക്കിവാലയായിരുന്നു. പ്രസിദ്ധനായ വക്കീലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരായിരുന്നു വി ദ പീപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ദ പീപ്പിൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? NA പൽക്കിവാല, നാനി പൽക്കിവാല. അടുത്ത കൊക്ക സുബറാവു പറഞ്ഞത് ആമുഖത്തിൽ ഭരണഘടനയുടെ ആദർശങ്ങളും അഭിലാഷങ്ങളും സംക്ഷിപ്ത രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് പ്രതിഫലിക്കുന്നത് ഏതിലാണ്? ആമുഖത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇത് 2020 ഇപ്പോൾ ലേറ്റസ്റ്റ്, കഴിഞ്ഞ 2 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. UPSCക്ക് ചോദിച്ചതാണ്. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഭരണഘടനയുടെ ഭാഗമാണ്, ബട്ട് നോട്ട് ലീഗൽ ഇഫക്റ്റ്. അതിന് യാതൊരു ലീഗൽ ഇഫക്റ്റും ഇല്ല. ഭരണഘടന ഭാഗമല്ല, has no legal effect. A part of the constitution has the same legal effect as any other part. A part of the constitution but has no legal effect independently of other parts. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉറപ്പിക്കാം. ഇതിൽ നോട്ട് എ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് നോ ലീഗൽ ഇഫക്റ്റ്. ലീഗൽ ഇഫക്റ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അത് ശരിയാണോ? എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാസ് ദ സെയിം ലീഗൽ ഇഫക്റ്റ് ആസ് എനി, ഏതൊരു മറ്റൊരു ഭാഗത്തിൻ്റെയും അതേ സെയിം ലീഗൽ ഇഫക്റ്റ് ഇതിനുണ്ട് എന്ന് പറയുന്നത്, അതുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കാരണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഭരണഘടന ഉണ്ടാക്കിയത്, ആമുഖം എഴുതിയിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അതേ പ്രസക്തി ആമുഖത്തിനുണ്ടോ? ഇല്ല. ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് മറ്റൊരു ഭാഗത്തിൻ്റെ അതേ സെയിം ലീഗൽ ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അതേ ഇതുണ്ടോ? കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ് ലംഘിച്ചാൽ നമുക്ക് നേരെ കോടതിയിൽ പോകാം, അത് ജസ്റ്റിസിയബിൾ ആണ്. പ്രിയാമ്പിൾ ഒരു മൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? അല്ല. അപ്പോൾ ഇതും വരാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ഡി ആയിരിക്കും.
ഡി എന്താണ്? എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. മനസ്സിലാവുന്നുണ്ടോ? എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കേസസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ കേസാണ്. ഇതിൽ നമ്മൾ എ കെ ഗോപാലൻ കേസ് എക്സ്ട്രാ പറയുന്നുള്ളൂ. അപ്പോൾ 1950 എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസിൽ നമ്മൾ AKG പറയുന്നത് എന്താണ്? സുപ്രീം കോർട്ട് പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ ഒരു കോടതിയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. എൻഫോഴ്സിബിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന നിയമം. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. മനസ്സിലായില്ല? അപ്പോൾ എൻഫോഴ്സിബിളിൻ്റെ അർത്ഥമായിട്ട് ഞാൻ പറയുന്നത്. എൻഫോഴ്സിബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യം എൻഫോഴ്സിബിൾ ആണ് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ കാര്യം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നിയമത്തിൻ്റെ ബേസിസിൽ നമ്മൾ ആ സാധനം അനുസരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള സാധനമാണ് എൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംഭവം ഉണ്ട്, അതിൻ്റെ ബേസിസിലൊരു നിയമം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കാര്യം എൻഫോഴ്സിബിൾ ആക്കി. ആ നിയമത്തിൻ്റെ ബേസിസിൽ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? നമ്മളത് അനുസരിപ്പിക്കുകയാണ് ഗവൺമെൻറ്, നമ്മളത് ബാധ്യസ്ഥരാണ്. അതാണ് എൻഫോഴ്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തല്ല, പ്രിയാമ്പിൾ അങ്ങനെ എൻഫോഴ്സിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുറുബാർ യൂണിയൻ കേസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു പ്രിയാമ്പിൾ എന്തല്ല, ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹവർ പക്ഷേ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ക്ലോസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ഭരണഘടന ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കേശവാനന്ദ ഭാരതി കേസിൽ വീണ്ടും എന്ത് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി റൂൾ ദാറ്റ് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും കൂടി കൂട്ടി വായിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ. അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. ലീഗൽ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എൻഫോഴ്സിബിൾ അല്ല, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. എൻഫോഴ്സിബിൾ അല്ല. ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ് എന്ന് പറഞ്ഞാൽ അതായത് പ്രിയാമ്പിൾ 3 കാര്യങ്ങളാണ്. പ്രിയാമ്പിൾ ഭാഗമല്ല. ഓക്കെ. നോൺ എൻഫോഴ്സിബിൾ ആണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേക നിയമങ്ങളൊന്നും ഇറക്കിയിട്ടില്ല നമ്മൾ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എൻഫോഴ്സിബിൾ അല്ല. അപ്പോൾ അത് നോ ലീഗൽ എഫക്റ്റിൽ അത് ഓക്കെ ആയി. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രിയാമ്പിൾ ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദ വിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആ ഒരു വിഷൻ നമ്മളെ അതിൻ്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് പ്രിയാമ്പിൾ വഴി സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. മറ്റ് പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് ഇത് നിൽക്കുന്നതാണ്. അതായത് മറ്റ് പാർട്സ്, അതായത് ഏറ്റവും നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എല്ലാ ഭരണഘടനയിലെ എല്ലാ സാധനം വന്നതിന് ശേഷം അവസാനം വന്നതാണ്. മനസ്സിലായി? അപ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ മറ്റ് ഭാഗങ്ങളും ഇല്ലാതിരുന്നാൽ പ്രിയാമ്പിൾ ഇല്ലാതിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. ഭരണഘടന മൊത്തം എഴുതിയതിന് ശേഷമാണ് പ്രിയാമ്പിൾ വന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഒരു അർത്ഥം വരുമ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ് കേട്ടോ. എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഉത്തരമാണ് ഇതിൽ വരുന്നത്. ഇത് വരാനുള്ള 3 പ്രധാനപ്പെട്ട ഒരു നിയമങ്ങൾ, ഈ കേസസ് ഇതാണ് വരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, എ കെ ഗോപാലൻ കേസ് മാത്രമേ ഞാൻ പറയാത്തുള്ളൂ. ഈ എ കെ ഗോപാലൻ കേസിൽ ഈ പ്രിയാമ്പിളിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും കൂടി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. കരുതൽ തടങ്കിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കിൽ കടന്ന വ്യക്തിയായിരുന്നു AKG എന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ അതിൻ്റെ ബേസിസിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കേസായിരുന്നു ഇത്. ഓക്കെ, ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത് പ്രിയാമ്പിളിനെ കുറിച്ചിട്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ഇത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം ഡേറ്റ് ഒക്കെ ഒന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.